ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ അയർലൻഡാണുള്ളത്. സോ അയർലൻഡ് സ്പെഷ്യൽ നല്ല ഗിന്നസ് ഉണ്ട്, സ്ട്രൗട്ട് ബിയർ. എന്ത് ബിയറാ? സ്റ്റൗട്ട് ബിയറാണുള്ളത്. സോ നമുക്കിന്ന് മലയാളികളുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുഴിമന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചേച്ചിയുടെ കിച്ചൺ ഭയങ്കര രസമാണ്. അപ്പം ആ കിച്ചൺ വെച്ചിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് പെട്ടെന്ന് ആഗ്രഹം തോന്നി. അപ്പം കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് കുക്ക് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു വോൾ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നെ റൈസ് കാണിച്ചു, സെല്ല ബസ്മതി റൈസാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. സെല്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു 3-4-5 പേർക്ക് കഴിക്കാനുള്ള രീതിയിലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 കപ്പ്, അതിൻ്റെ ഒരു 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. പിന്നെ ചിക്കൻ നമുക്കൊരു ആവറേജ് ഒരു ചിക്കൻ ബിരിയാണിയുടെ പീസ് പോലെ നമുക്ക് കട്ട് ചെയ്യാം. ഒരു 10 പീസസ് ഏകദേശം കിട്ടുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.5 കിലോ, ഒരു 1 kg, 1-200 ഉള്ളൊരു മൊത്തം സൈസാണ് എടുത്തേക്കുന്നത്, ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഏറ്റവും അധികം വെള്ളം 1 മണിക്കൂറത്തേക്ക് നമ്മൾ അരി വെള്ളത്തിൽ ഇട്ട് വെക്കണം, 1 മണിക്കൂറത്തേക്ക്. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അത് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അതും ഒരു 3/4 മണിക്കൂർ നമുക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം. സോ എന്ത് സർജറി? കൈയുടെ സർജറി കഴിഞ്ഞ് നേരെ ഇറങ്ങിയപ്പോൾ അനസ്തേഷ്യ എല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചത് മന്തിയാണ്. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എൻ്റെ കോമയല്ല എന്താ പറയുക, സെഡേഷൻ ടൈമിൽ ഞാൻ ഡോക്ടറോട് ഇറങ്ങി മന്തി വേണം. സെഡേഷൻ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഫുഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മമ്മിയെ സാധാരണ നോർമലി എല്ലാവരും ലിക്വിഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിത്ത് പറഞ്ഞത് മന്തി മന്തി ഒന്നും കഴിച്ചല്ലടാ, ശബ്ദിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഈ തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടൈം ഞാൻ ജസ്റ്റ് തൊലി കളയാതെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കുവാണ് കഴുകിയിട്ട്. പക്ഷെ ഇവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്ന എനിക്കറിയത്തില്ല. സ്റ്റിൽ നോക്കാം. പക്ഷെ പിന്നെ കളഞ്ഞിട്ട് കഴിച്ചാൽ മതി. ശരിക്കും ഇത് നല്ല അടി. അൽറീം, നമ്മുടെ നാട്ടിലെ അൽറീമിലെ കുഴിമന്തി കഴിച്ചിട്ടുണ്ട്. അതെപ്പോൾ ഈ തൊലി കൂട്ടിയ ആ തൊലിയെ വരെ നല്ല ഫ്ലേവറാണ്. അത്യാവശ്യം ബിഗ് പീസായിട്ട് ഈ ചിക്കൻ കട്ട് ചെയ്തുണ്ടോ? ഹാവ് സീ വാട്ട് എ ജ്യൂസി. കട്ട് ചെയ്യാൻ പാടുണ്ട്. കത്തിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ കട്ടിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. സോ നമ്മളത് ചെയ്തു. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 7:55, 1 hour. നമുക്ക് 8:55 വരെ ഇത് വെക്കാം. അപ്പോൾ അടുത്തൊരു കുക്കറിൻ്റെ ഇത് ചെയ്യാമോ? മറ്റേ മിക്സിയുടെ ജാറ് തരാമോ? തരൂ, എടുക്കൂ. ഇത് കുക്കർ കേട്ടോ, ഇത് വരുന്ന മിക്സി. സോ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വേണം, വെളുത്തുള്ളി ഒരു 3 കഷ്ണം വെളുത്തുള്ളി വേണം, പിന്നെ കുരുമുളക്, പൊടിയല്ല കുരുമുളക്, ഒരു 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടീസ്പൂൺ മല്ലിയില, മറ്റേ ഇങ്ങനെ ചെറുജീരകം വേണം. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ചിക്കനെ തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അത് ഞാനൊക്കെ സ്മെല്ലുണ്ടോ? ഒരു മന്തി സ്മെല്ല് വരുന്നുണ്ട്. ഇറങ്ങില്ലല്ലേ? ഇട്ടരയ്ക്കാൻ പറ്റുമെന്നൂടെ? മിക്സി സൗണ്ട് ഉണ്ട്. ഞാൻ അടുത്ത് കുരുമുളകിൻ്റെ അരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇഞ്ചി അരയാഞ്ഞപ്പോൾ ഇഞ്ചി ഒന്നും ചതച്ചിട്ട് ഏറ്റെന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ് അടിച്ചിട്ടൊക്കെ. ഞാൻ വലിയ അരപ്പ് എടുക്കാറ്. ഞാൻ മറ്റേ സ്മൂത്തി ഉണ്ടാക്കാനടുത്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഞങ്ങൾക്കിതില്ല, മിക്സി ഇല്ല. അവിടെ ഞങ്ങൾക്ക് മിക്സി ഇല്ല. അപ്പം മറ്റേ സ്മൂത്തി അടിക്കുന്ന സാധനത്തിനകത്ത് ഞങ്ങൾ അടിക്കുന്നത്. ഓയിലി ചിക്കൻ ജസ്റ്റ് ഒന്ന് മാക്സിമം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എൻ്റെ രീതിക്ക് ഞാൻ വെക്കുന്നേ ഉള്ളൂ. വലിയ കഥയൊന്നും ഇല്ല ഇപ്പോൾ കാണിക്കുന്നതിലൊന്നും. ശരിക്കും നമുക്ക് മന്തി ഉണ്ടാക്കാൻ ഏകദേശം 2 മണിക്കൂറാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു രീതിയിൽ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഈ 2 hour എപ്പോഴും ഞാൻ കുക്കിംഗ് ടൈം. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 7:55 സ്റ്റാർട്ട് ചെയ്തു. ഇവൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അരി വെള്ളത്തിൽ ഇട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് പ്രിപ്പ് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് സീ, നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. എന്നാണ് 10 മണിയോ? ഇപ്പോൾ 9 മണിയായി, 8:30 ഇപ്പോൾ. എനിക്ക് മന്തി തരാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉച്ചക്കത്തെ ഫുഡ് പോലും തന്നിട്ടില്ല. സോ ഞങ്ങളിപ്പോൾ അയർലൻഡ് ആണല്ലോ. ഞങ്ങളുടെ ട്രിപ്പ് വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഞങ്ങളിപ്പോൾ നാളെ രാവിലെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങേട്ടാ
നോക്കിയിട്ട് പറഞ്ഞു എവിടെ എന്താ പ്ലസ് ഗൈസ്. എൻ്റെ അളിയനാണ് ബിയറെ കുടിച്ചിരിക്കുന്നുണ്ടല്ലേ. എല്ലാ പ്രതീക്ഷയോടെ. യൂഷ്വലി ഞാൻ കുക്കിംഗ് കഴിഞ്ഞാണ് കഴുകാറ്. പക്ഷെ ഇതിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ചെയ്തുകൊണ്ട് പോവുക. എനിക്കെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കി അത് വെച്ചില്ല. ക്ലീൻ ആയില്ലല്ലോ. അത് നീ അവിടെ തെറിപ്പിച്ചത് അത് ക്ലീൻ ആക്കണം. അപ്പം അത് ചെയ്യണം. ഓക്കെ. സോ നമ്മുടെ പ്ലാൻ നാളെ, ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഡൊണഗൽ പോകാൻ വേണ്ടിയാണ്. ഇപ്പം അയർലൻഡിൽ ഇപ്പം സത്യം പറഞ്ഞ കറണ്ട് എത്തിയ സമയമൊക്കെ ഭയങ്കര എന്തൊക്കെയോ ഫ്യുവലിൻ്റെ പ്രൈസിൻ്റെ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട് ഇവിടെ. എന്തോ ഒരു സ്ട്രോം, ഇന്നലെ ഒരു വിൻഡോ സ്ട്രോം കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഭയങ്കര ഡിലേ ആയി. മൊത്തത്തിൽ ഇന്നലെ ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞങ്ങളൊരു 12 മണിക്ക് ഇവിടെ റീച്ച് ചെയ്യേണ്ട ഞങ്ങൾ ഇവിടെ എത്തിയത് എപ്പോഴാണെന്നറിയാം? ഏകദേശം വെളുപ്പിനെ 3:30 അല്ലേ. ഇവിടെ നൈറ്റും കഴിഞ്ഞ് തലേന്ന് ഉറങ്ങാതെ ഞങ്ങളെ കാത്ത് 3:30 ആയിരുന്നു. അതിൻ്റെ ക്ഷീണമാണ് ഈ മുഖത്ത് കാണുന്നതെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. എപ്പോഴും ഒരു ഉറക്കപ്പിച്ചും മടിയും ഒക്കെ ഉള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത് ചേച്ചി. മമ്മി വയ്ക്കാൻ വീഡിയോ കാണുമ്പോഴത്തേക്ക് കറക്റ്റാന്ന് പറഞ്ഞു. സോ അയ്യോ പിന്നെ തെറിച്ചു. എന്താണ് വേറെ ഗൈസ്, നമ്മളിങ്ങനെ അയർലൻഡിലാണ്. ഇവിടെ നല്ല തണുപ്പാണ്. UK-ക്കാട്ടിലും തണുപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ. നമ്മൾ ഏകദേശം 5 ദിവസം ചേച്ചിയേട്ടൻ്റെ അടുത്താണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നാളെ ഞങ്ങളൊരു ട്രിപ്പ്, ഇവിടെ ഒരു ക്ലിഫിൻ്റെ സൈഡിലേക്കുള്ള ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്ലിഫാണ്. ക്ലിഫും പോകുന്ന വഴിക്കുന്ന വിശേഷങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ നല്ലതാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ പറ്റും ഒന്നുമില്ല. സാധാരണയായിട്ട് ചിക്കൻ ഇട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് മതി. നമുക്ക് മന്തി ഉണ്ടാക്കാൻ 2 പാത്രത്തിലാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. 2 പാത്രം. കാരണം ചിക്കനും റൈസും, എന്നിട്ട് അത് ലാസ്റ്റ് ദം ചെയ്തെടുക്കാനാണ് എൻ്റെ പ്ലാൻ ഇന്നത്തെ. എല്ലാവരും യൂഷ്വലി അങ്ങനെയല്ല, കുക്കർ മന്തി ഇതൊക്കെ കാണും. എനിക്കങ്ങനെ വലിയ അറിയത്തില്ല. നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചുമ്മാ കണക്ക് പോവാണല്ലോ. നമുക്ക് ഏകദേശം 2 ലിറ്റർ വെള്ളം ഒഴിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഏകദേശം 600 ഗ്രാമോളം അരിയുണ്ട്. നമ്മുടെ 2 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു. ഇപ്പം എത്ര ലിറ്റർ? 4 ഒഴിച്ചോളല്ലേ. നമ്മുടെ ലിറ്ററിന്റെ കുപ്പി കാലിക്കുപ്പി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കപ്പിനകത്ത് അളന്ന ഒഴിക്കുക. ഇപ്പം കറക്റ്റ് കിട്ടുമല്ലോ. കുഴപ്പമില്ല. ഇച്ചിരി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ലായിരിക്കും. ഇല്ലില്ല, അവൻ എന്തെങ്കിലും പറ്റി എനിക്കാരുണ്ട്. കറക്റ്റ് തട്ടുകട നമ്മുടെ അളകാപൂരി, നാട്ടിലെ അളകാപൂരി. നീ എൻ്റെ കണക്ക് തെറ്റിക്കാതെ മോളമ്മേ. തട്ടുകടയാണ്, അവിടുത്തെ കിട്ടുന്നൊരു സാധനമാണത്. അടിപൊളി. എന്നാൽ അതുപോലെ തട്ടുകടയൊക്കെ ഫ്രൈ. ഇറ്റ് വാസ് സോ നൈസ്. അത് തീർന്നല്ലേ നമ്മുടെ? ഇതാണല്ലേ ചേട്ടാ? ഏ 7:45 2:45. ഹൈ ഇട്ട് ചൂട് തിളയ്ക്കാൻ വേണ്ടിയാ. ഇല്ലടാ, എടുത്ത് വെക്കും. 2 ദിവസം ഒരു നൈറ്റ്. മാഗി ക്യൂബ് ഇല്ല നമ്മൾ എങ്ങനെ മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇനിയിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോഴാണ് ഓർത്തത് മാഗി ക്യൂബിൻ്റെ കാര്യം. ബാക്കി സ്പൈസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടു. അതെല്ലാം കുറച്ച് ചിരിച്ചിരിച്ച് ഞാൻ കൂടുതൽ ഇടുന്നുണ്ടില്ല. നമ്മൾ ഗ്രാമ്പു ഇട്ടു, ഏലക്ക ഇട്ടു, പിന്നെ ഇതെന്തുവാ പട്ട ഇട്ടു, പിന്നെ അതിൻ്റെ ബേ ലീഫ് ഉണ്ടല്ലോ, ഉപ്പ് ഇട്ടു. ഉപ്പ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ടു ഞാൻ മൊത്തം. ഓക്കെ. ശരിക്കും ഇച്ചിരി കൂടെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് മന്തി പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മേ ബി യെല്ലോ ആയിരിക്കും കേട്ടോ. പിന്നെ ക്യാരറ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം, മല്ലിയില ഉപയോഗിക്കാം. ആക്ച്വലി മന്തി ഉണ്ടാക്കാനായിട്ട് എനിക്ക് വലിയ അറിയത്തില്ല. ജിത്തുവിനോട് ഇപ്പോൾ ഉണ്ടാക്കി അസിസ്റ്റൻ്റായിട്ട് നിന്ന് എന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ട്
അരി വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ചേച്ചിക്ക് കിരൺ ചേട്ടൻ കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണോ? അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിത്തു കുക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് മെൻ കുക്കിംഗ് ഈസ് അണ്ടർ റേറ്റഡ്. മാരിനേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ഇപ്പോൾ അടുപ്പേ കയറ്റിയല്ലോ, അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നേ? ബെൽ പെപ്പർ, നമ്മൾ ബെൽ പെപ്പറും സവാളയും കൂടെ, ജസ്റ്റ് ബെൽ പെപ്പർ സവാള മാത്രം. അതിൻ്റെ മേളിലിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് താഴത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ലല്ലോ കുക്ക് ചെയ്യാനായിട്ട്. ഓൾറെഡി അരക്കപ്പ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ആഡ് ചെയ്തതല്ലേ. റൈസ് ഏകദേശം നമ്മൾ വേഗം വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം നമ്മൾ റൈസ് 80% വേവ് ആയിട്ടുണ്ട്. ഇവിടെ കുഴപ്പമൊന്നും ഇല്ല, 80% ഒന്നും ആയില്ലല്ലേ? ഇല്ല. ഇനി ചിക്കൻ ഏകദേശം നമ്മളിപ്പം തിരിച്ചിട്ടു. നമ്മൾ ക്യാപ്സിക്കം ചിക്കൻ ഇട്ട് തിരിച്ചിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ തുറന്നങ്ങ് വേവിക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി റൈസും കൂടെ ഫില്ല് ചെയ്ത് അതിൻ്റെ മേളിൽ കുറച്ച് മുളക് പൊടി വെച്ചിട്ട് നമ്മളൊരു ദം അടിക്കാൻ പറ്റി കളവാനാണ്. സോ ആ സമയത്ത് ചേട്ടൻ ഇവിടെ പ്ലേ സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ മേളിൽ ജസ്റ്റ് ഞാനിങ്ങനെയൊക്കെ കുത്തിയൊക്കെ വെക്കാറുണ്ട്. ചിലപ്പം ജസ്റ്റ് കുത്തി തന്നെ വെച്ചോ. ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ച് ശരിക്കും ഇതിങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ഫ്രഷ് ആയിട്ടല്ല ഇരിക്കുന്നത്. ലാസ്റ്റ് തുറക്കുന്ന സമയത്ത് ഇത് ഫുൾ ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് ബാക്കിയുള്ള റൈസും കൂടെ വെച്ചിട്ട് നമ്മൾ റൈസ് കറക്റ്റ് അല്ലേ. നമുക്കിപ്പം ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ആ മീഡിയം ഫ്ലെയിമും പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് അത് കഴിഞ്ഞ് അങ്ങനെ ദമ്മായിട്ട് അങ്ങ് വെക്കാനാണ് പ്ലാൻ നമ്മുടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിൻ്റെ മന്തിയോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മയണൈസ് നമുക്ക് പ്രിപ്പ് ചെയ്യാം. മയണൈസ് പ്രിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്, ഒരു ഗാർലിക് എടുക്കുന്നുണ്ട്, ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി ഉപ്പും, പിന്നെ എണ്ണ, സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും വെച്ച് സൂപ്പർ മയണൈസ് വരും. ഇപ്പം കണ്ടു. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം ഇപ്പോൾ 2 വർഷമായി. സാധാരണ ഒരു പരദേശിയെ പോലെ ഇവിടെ ജീവിക്കുന്നു. ആഴ്ചയിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, ഓഫുള്ള ദിവസം വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് എൻ്റെ മമ്മീനെയാണ്. ബിക്കോസ് നല്ല നല്ല ഫുഡുകളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നത് എൻ്റെ മമ്മിയാണ്. സോ മമ്മിയുടെ ഫുഡ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. മമ്മി നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കും. മമ്മി ഉണ്ടാക്കുന്നത് നോൺ വെജ്, വെജിറ്റേറിയൻസ് എല്ലാം. വെജിറ്റേറിയൻസിനെക്കാളും കൂടുതൽ മമ്മി നോൺ വെജാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മമ്മിയുടെ ഫുഡ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. ഞങ്ങളൊന്നും അടുക്കള കേൾപ്പിക്കാറില്ല. കാരണം മമ്മി തന്നെ ഉണ്ടാക്കിയാലേ മമ്മിക്കൊരു സമാധാനമേ ഉള്ളൂ. ചേച്ചി കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് ജിനോയിൽ പറ. പക്ഷേ ടേസ്റ്റ് ആയി കാണത്തില്ല. നീ എപ്പോഴും പറഞ്ഞതാ. കിരണേട്ടൻ പറഞ്ഞാലും ജിനു എനിക്ക് കിരണേട്ടൻ പറഞ്ഞു ഒതന്റിക് ആയിട്ടില്ലടി. അതിൻ്റെ ഒരു നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കുറവായിരുന്നു. കിരണേട്ടൻ കഴിക്കാമല്ലോ, കഴിക്കബിൾ അല്ലേ? ആണോ? നമുക്ക് ടൈം എത്ര കിരണേട്ടൻ ഫോണെ കാണിച്ച് ടൈം എത്രയാണ്? ടൈം ഒന്ന് കാണിച്ച് കണ്ടോ? നമ്മൾ കറക്റ്റ് എത്ര പറഞ്ഞു? ടൈം എത്ര പറഞ്ഞ? 10 മണി. ഇപ്പോൾ 9 പേർക്ക് ഫുഡ് കൊടുത്തു. കറക്റ്റ് 2 മണിക്കൂർ. അല്ല ഇനി വേറെ റൈസ് ഇരിക്കണം. നീ കഴിക്കുക. ഇനി ഇഷ്ടം കഴിക്കുന്നു. സീരിയസ്ലി നൈസാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ചോറൊക്കെ ആദ്യമൊക്കെ നല്ല കറക്റ്റ് വേവാണ്. ചിക്കൻ ആണെങ്കിൽ താങ്ക് യു സിസി. ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ? അല്ലേ
ദേ ഈ പറയുന്ന ജിത്തു ഇല്ല, എല്ലാം ഈ ഷാന്റെ വീഡിയോ നോക്കി ചെയ്യുന്നത്. എന്നിട്ട് പറയും ജിത്തു സ്പെഷ്യൽ മന്തി തന്നത്. മയണൈസ് നോക്കാൻ ഷാൻജി എടുത്തുള്ളൂ കേട്ടോ. ഓക്കെ